ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഖമനി എവിടെ ഉണ്ടെന്ന് അറിയാമെന്ന്. ശരിക്കും ഖമനി എവിടെ ഉണ്ടായിരിക്കുമെന്ന് ട്രംപിന് അറിയാമെങ്കിൽ അത് എവിടെ ആയിരിക്കാനാണ് സാധ്യത? ഇറാഖിലാണെങ്കിൽ അങ്ങനെ പറയേണ്ട, ഇറാനിലാണെങ്കിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ ട്രംപിന് എവിടെ ഉണ്ടെന്ന് അറിയാം. അപ്പോൾ ഇറാനിലല്ല, മറ്റെവിടെയോ ആണ്. അതെവിടെയായിരിക്കും? ഈ മുനീറില്ലേ, അസിം മുനീർ ഇന്നലെ ട്രംപിൻ്റെ കൂടെ ഉച്ചയൂണ് കഴിച്ചു എന്ന് വാർത്തകളുണ്ടല്ലോ. അപ്പോൾ കോൺഗ്രസ്സുകാർ സാധാരണഗതിയിൽ ഇന്ത്യക്കേറ്റ അടിയാണ്, അതുകൊണ്ട് ക്ഷണിച്ചിട്ടും ഇപ്പോൾ കാനഡയിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഒരുമിച്ച് ഊണ് കഴിക്കേണ്ടി വന്നേനെ എന്നൊക്കെ കോൺഗ്രസ്സുകാർ അതിനെ പുച്ഛിക്കുന്നുണ്ട്. പക്ഷേ അസിം മുനീറിനെ പറ്റി നല്ല കച്ചവടക്കാരനായ ട്രംപ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ മുനീർ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഈ യുദ്ധം നടക്കുകയാണെങ്കിൽ ഇറാനോട് വളരെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പുറത്താണ് സിസ്തൻ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ പ്രവിശ്യ, അവിടെയും ഒരു ബലൂചിസ്ഥാൻ ഉണ്ട്. അവിടെ നിന്ന് ആണ് പലപ്പോഴും കുഴപ്പങ്ങളുമൊക്കെ കാണിക്കാറ്. അപ്പോൾ പാകിസ്ഥാൻ നല്ല ഒന്നാം തരം താവളമായിരിക്കും ഈ യുദ്ധം നടക്കുന്ന സമയത്ത്. അത് തന്നെ ആകണം എന്നില്ല ഈ ചർച്ച ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിപ്റ്റോ കറൻസി കമ്പനി ഉണ്ട് ഈ മകന്, ട്രംപിൻ്റെ മക്കൾ എല്ലാവരും കൂടി നടത്തുന്ന. അതിൽ പാർട്ട്ണറായിരിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റ് എൻവോയ് ഉണ്ടല്ലോ, അമേരിക്കയുടെ സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ മക്കൾ. അയാളാണ് ട്രംപ് കഴിഞ്ഞാൽ അടുത്ത റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ, ഏറ്റവും വലിയ അമേരിക്കയിലെ. രണ്ട് വലിയ റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരുടെ മക്കൾ തമ്മിൽ ഉണ്ടാക്കിയ ക്രിപ്റ്റോ കറൻസി കമ്പനി. അവർക്ക് പാകിസ്ഥാനിൽ കച്ചവടം നടത്താൻ വേണ്ടി അവിടെ ക്രിപ്റ്റോ കറൻസി കൗൺസിൽ കഴിഞ്ഞ മാർച്ചിൽ രൂപീകരിച്ചിരുന്നു. ഇവർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ തടയാനും സാധ്യതയില്ലേ മുനീറിന്? അത് കച്ചവട സംഭാഷണമായിരിക്കാനാണ് കൂടുതലും സാധ്യത. ഈ താവളം എന്നുള്ളത് ഉണ്ടാകാം, പക്ഷെ മറ്റത്. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, വളരെ എളുപ്പത്തിൽ അവിടെ നിന്ന് വിമാനം പോലും വേണ്ട, അല്ലാതെയും ഖമനയ്ക്ക് വന്നിരിക്കാവുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനിൽ ഖമന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയുകയും ചെയ്യും ട്രംപിന്. കാരണം മുനീർ ചോദിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ, ഞങ്ങളിവിടെ പാർപ്പിച്ചോട്ടെ. ഇനി ചോദിക്കാതെയും പാകിസ്ഥാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഒസാമ ബിൻ ലാദനെ POKയിൽ അബോട്ടാബാദിൽ അല്ലേ താമസിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതുപോലെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഖമനിയെ താമസിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, ട്രംപിൻ്റെ വിശ്വാസത്തോടു കൂടി ഇല്ലേ. ബഹവൽപൂർ മുറിദ്കയിലും ഒക്കെ ഇപ്പോൾ ലഷ്കർ തൈബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒക്കെ വാക്കൻസി ഇല്ലേ. ആ കെട്ടിടങ്ങളിലുമൊക്കെ ഒരുമാതിരി ആളുകളൊക്കെ ഉന്മൂലനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അവിടെ എവിടെയെങ്കിലുമൊക്കെ ബാങ്ക് വിളിച്ചുമൊക്കെ കഴിയാൻ. പിന്നെ മുഹമ്മദ് അലി ജിന്ന ഷിയായിരുന്നു. സുന്നികളുടെ രാഷ്ട്രമാണെങ്കിലും സ്ഥാപിച്ച ആൾ ഷിയ പശ്ചാത്തലമുള്ള ആളാണ് മുഹമ്മദ് അലി ജിന്ന. അതല്ലേ പുള്ളി പട്ടി വളർത്തുകയും മറ്റേ സിഗാർ വലിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഇവർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, മാംസം ഇവരുപയോഗിക്കാത്ത മാംസം ഒക്കെ അദ്ദേഹം കഴിക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു വിമാനം ഇറാനിൽ നിന്ന് പോയതായിട്ട്, ഇറാൻ്റെ വ്യോമ മേഖല അടച്ചിരിക്കുകയാണ്. സാധാരണ മറ്റ് രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് വരാൻ പറ്റില്ല. അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് അവിടുത്തെ പട്ടാള വിമാനം തന്നെയായിരിക്കും. ഒരു വിമാനം റഷ്യയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ റഷ്യ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ് ഖമനയ്ക്ക് അല്ലേ, സുരക്ഷിതമായിട്ട്. മുനീറിനെ പോലെ തന്നെ പുട്ടിനും അത്യാവശ്യം ട്രംപിൻ്റെ വിശ്വസ്തനാണ്. ട്രംപിനോട് ചോദിച്ചിട്ടേ പുട്ടിൻ ചെയ്യുള്ളൂ, മറ്റേ കാരണവരെ എവിടെ താമസിപ്പിച്ചോട്ടെ, നമ്മുടെ ഇന്ന സ്ഥലത്തൊക്കെ അവിടെ കുറേ ഈ സുഖവാസ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ താമസിപ്പിക്കാവുന്നതാണ്. അപ്പോൾ റഷ്യയിലേക്ക് ഒരെണ്ണം പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഖമനിയാണോ എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട്, ഖമനി അവിടെ പോയിട്ടുണ്ടോ എന്നുള്ളത്. റഷ്യ ഇന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണ് എന്നുള്ളത്. പക്ഷെ രണ്ട് രാജ്യത്തിനും വേണ്ടല്ലോ, ഇറാനും ട്രംപിനും മധ്യസ്ഥതയുടെ ആവശ്യമില്ല. ആ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പുടിൻ പറഞ്ഞതെന്ന് തോന്നുന്നു. ആവശ്യമില്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തു തരാമെന്ന്. കാരണം
ഈ യുദ്ധം കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ റഷ്യക്കുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് ശ്രദ്ധ തിരിയുമല്ലോ, അതെ, വേറെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. പിന്നെ ഇനി ഇറാനെ കൊണ്ട് വലിയ കാര്യമില്ല, ഗുണങ്ങൾ ഇല്ല. കാരണം അവരുടെ സഖ്യങ്ങൾ മുഴുവൻ നശിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ള അല്ലേ, ഇറാൻ്റെ ഹമാസ്, അവരുടെ കയ്യിൽ നിന്ന് കുറേ ആയുധങ്ങൾ, ഡ്രോണുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇറാനിൽ നിന്ന്, ഇറാൻ നിർമ്മിത, യുക്രൈനിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ റഷ്യക്കാണെങ്കിൽ സ്വന്തമായിട്ട് എണ്ണയുണ്ട്, ഇറാനിൽ നിന്ന് എണ്ണ കിട്ടിയിട്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ വേലിക്കലിരുന്ന പാമ്പിനെ എടുത്തു വെക്കണോ എന്ന് വേണമെങ്കിൽ പുടിന് ആലോചിക്കാവുന്നതാണ്. ആവശ്യമില്ലാത്തൊരു ശല്യം യുക്രൈൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറൊരു യുദ്ധത്തിൽപ്പെട്ട കക്ഷിയെ ഇവിടെ കൊണ്ടുവച്ചിട്ട് പിന്നെ ഇസ്രയേലിനെ കൊണ്ട് ഇവിടെ ആക്രമിപ്പിക്കണോ എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റഷ്യയിൽ പോയിട്ടുണ്ടായിരിക്കാം, പോയിട്ടില്ലായിരിക്കാം, അതിൻ്റെ അകത്ത് ഉറപ്പില്ല. പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രംപിന് അറിയാവുന്ന സ്ഥലമാണ്, അപ്പോൾ എനിക്ക് സ്ഥലം അറിയാം എന്ന് പറയാം. പിന്നെ പോകാവുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ അസർബൈജാൻ വളരെ അടുത്താണ്. ഈ ഇറാനിൽ നിന്ന് പലായനം ചെയ്യുന്ന ആളുകൾ, മുസ്ലിങ്ങൾ പ്രധാനമായിട്ടും പോകുന്നത് അസർബൈജാനിലേക്കാണ്. മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികളുമൊക്കെ ടെഹ്റാൻ പലായനം ചെയ്തപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ അസർബൈജാനിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ 110-115 വിദ്യാർത്ഥികളെ ടെഹ്റാനിൽ നിന്ന് കൊണ്ടുപോയത് എങ്ങോട്ടാണ്? അർമീനിയയിലേക്കാണ്. അതെ, അസർബൈജാനിലേക്കല്ല. അസർബൈജാനുമായിട്ട് യുദ്ധമുള്ള അർമീനിയയിലേക്കാണ് നമ്മൾ കൊണ്ടുപോയത്. അർമീനിയ നമുക്ക് പറ്റിയ നമ്മുടെ ഒരു സ്വന്തം സ്ഥലമാണ്, നമ്മുടെ ആയുധ വിപണി ആണ് അർമീനിയ. നമ്മൾ കുറേ ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ, 2000 കോടി 3000 കോടിയുടെ ഒക്കെ ആയുധങ്ങളൊക്കെ അർമീനിയ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒഴിപ്പിച്ച് ആളുകളെ കൊണ്ടുപോയത് അർമീനിയയിലും, അല്ലാതെ ആളുകൾ പലായനം ചെയ്യുന്നത് അസർബൈജാനിലേക്കുമാണ്. അസർബൈജാനിലേക്ക് റോഡ് മാർഗം 8 മണിക്കൂർ യാത്ര ചെയ്താൽ അസർബൈജാനിലേക്ക് എത്താം. കോവിഡ് കാലത്ത് അസർബൈജാൻ്റെ അതിർത്തി അടച്ചിരുന്നു. ഇപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് തുറന്ന് അവരാളുകളെ പ്രവേശിപ്പിക്കുന്നുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ വേറെ രാജ്യങ്ങളിലുള്ളവർക്ക് അവിടെ നിന്ന് വിമാനം കയറി അവരവരുടെ രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റും, ടിക്കറ്റ് എടുത്ത് പോകാം. ടിക്കറ്റിൻ്റെ പൈസ അസർബൈജാൻ കൊടുക്കില്ല, സ്വന്തം കീശന്ന് കൊടുത്തോളണം. അപ്പോൾ അസർബൈജാനിലേക്ക് എളുപ്പത്തിൽ പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിലുള്ള ചോദ്യം, അസർബൈജാനെ ഈ ഒരു വലിയ രക്ഷകർത്താവിനെ പോലെ നിൽക്കുന്ന ആളാണ് എർദോഗാൻ, തുർക്കിയുടെ. തുർക്കിയാണ് അസർബൈജാന് ആയുധമൊക്കെ കൊടുക്കുന്നത് അല്ലേ? തുർക്കിയിലേക്ക് പോകാവുന്നതല്ലേ എന്ന് ചോദിക്കാവുന്നതാണ്. എർദോഗാന് സന്തോഷമായിരിക്കുമോ എന്നുള്ളത്. പക്ഷേ തുർക്കി അത്യാവശ്യം ഇസ്രയേലിൻ്റെ അയൽവക്കത്തൊക്കെയാണല്ലോ. അപ്പോൾ ഇസ്രയേലിന് കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് അല്ലേ? അവർ പല ഓപ്പറേഷൻസും തുർക്കിയിൽ പണ്ട് മൊസാദ് നടത്തിയിട്ടുണ്ട്, ഒരു പാളിപ്പായ ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ആദ്യകാലത്ത്. അപ്പോൾ ഖമനേയി എവിടമായിരിക്കും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ. ഖമനേയിക്ക് നന്നായി പോകാവുന്നത്, ട്രംപിന് അറിഞ്ഞുകൊണ്ട് താമസിക്കാവുന്നത് ഒക്കെ റഷ്യയാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും അതിനാണ് സാധ്യതയും കൂടുതൽ. അതിനാണ് റഷ്യയിൽ ആകാം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ. പക്ഷേ ആലോചിക്കാവുന്നൊരു സ്ഥലം ഉണ്ട്, ചൈന. അതെ, ചൈനയും ഇറാനും ശരിക്കും അടയും ചക്രയും പോലെയാണ്. മാത്രമല്ല 2 ആഴ്ച മുമ്പ് ചൈനയിൽ നിന്ന് ആദ്യമായിട്ടൊരു ചരക്ക് ട്രെയിൻ സർവീസ് ഇറാനിലേക്ക് തുടങ്ങി. ആ ട്രെയിൻ പോകുന്നത് പാകിസ്ഥാൻ വഴിയാണ്. പാകിസ്ഥാൻ വഴിയാണ് ചൈനയിൽ നിന്ന് ഇറാനിലേക്കുള്ള ട്രെയിൻ പോകുന്നത്. ആ ട്രെയിനിൻ്റെ മടക്കയാത്രയുണ്ടല്ലോ പാകിസ്ഥാൻ വഴിയുള്ള, ആ ട്രെയിനിൽ കയറിയിരുന്നാൽ മതി ഖമനേയി. പാകിസ്ഥാനിലെത്താൻ വേണമെങ്കിൽ ചൈനയിലും എത്താം. അപ്പോൾ ചൈനയും കൂടി, റഷ്യ അല്ലെങ്കിൽ ചൈനയിലും എത്താവുന്നതാണ്. പക്ഷേ ചൈനയിൽ എത്തിയാൽ അത് ട്രംപ് അറിയണമെന്ന് നിർബന്ധമില്ല, അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സാധ്യത റഷ്യക്ക് കൽപ്പിക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.